നോക്കു മേരിക്കുട്ടി, അവൻ എന്നെ കളിയാക്കാൻ വേണ്ടി അമ്മേന്ന് വിളിച്ചതാണ്. പക്ഷേ ആ വിളി എന്റെ മനസ്സിൽ നിറഞ്ഞു പോയി. അവൻ എന്റെ മകനാണ് മേരിക്കുട്ടി. ഇനി അവന്റെ കിടക്കയിലെടുത്ത് ഞാൻ എങ്ങനെ പോകും? പാവം ചെയ്തു. നല്ല മരത്തിലെ എഴുത്തിൽ പിടിക്കും. നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും സിസ്റ്റർ? മേരിക്കുട്ടി, ഞാൻ കുറച്ചു ദിവസം ലീവ് എടുക്കാൻ പോവുകയാണ്. എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. Time past and time future, what might have been. എന്തൊക്കെയാണ് സേതു നീ പറയുന്നത്? എല്ലിയാട്ടിന്റെ ഒരു കവിത, കാലത്തിന്റെ മഹത്വം വർണ്ണിക്കുന്ന കവിത. മഞ്ഞുതുള്ളിക്കൊരു നിമിഷം, പൂവിനൊരു ദിവസം, അതാണ് ജീവിതം. ഓർത്തു നോക്കിയാൽ എല്ലാം തുല്യം. എന്ത് ഭ്രാന്താണ് സേതു നീ പറയുന്നത്? നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ടു ലെറ്റ്, വാടകയ്ക്ക് കൊടുക്കാൻ സ്ഥലം ഒഴിവുണ്ടെന്ന്. എന്ത് പറ്റി ചെയ്തു നിനക്ക്? ഒന്നുമില്ല, എന്റെ അസുഖം മാറി വരികയില്ലേ. എനിക്കുടനെ ഈ ആസ്പത്രി വിട്ട് പോകാമല്ലോ. മറ്റൊരാൾക്ക് ഈ കിടക്ക ഉപകരിക്കും. ഓടുന്നുണ്ട്. എപ്പോഴാണോ ഇത് നിൽക്കാൻ പോകുന്നത്? ഞാൻ വാച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. സമയമുണ്ടായി. 10 മണിയായി. എന്റെ വാച്ചിൽ 11. എന്റെ വാച്ചും എന്നെ പോലെയാണ്, വളരെ ഫാസ്റ്റ്. പ്രസാദ്, ജീവിതം വളരെ മധുരമുള്ളതാണല്ലേ? യെസ്. കാരണം എന്താണെന്നറിയാമോ? അത് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇത്ര മധുരം. സേതു, നീ എന്തെല്ലാമോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളുടെ ശൃംഖലയാണ് ജീവിതം. BA പാസ്സായി ഞാൻ ഒരു പ്രസ്സിലെ ക്ലാർക്കായി. ഞാൻ ജീവിതത്തെയോ ജീവിതം എന്നെയോ കബളിപ്പിച്ചു. ഞാൻ എന്ത് നേടും? ഞാൻ ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ല. നീ ആർക്ക് വേണ്ടിയാണ് സേതു ഒന്നും ചെയ്യാത്തത്? ഞാൻ പ്രസാദിനെ സഹായിച്ചില്ല. ഡോക്ടർ ജയന്തിയുടെയും പ്രസാദിന്റെയും പ്രേമബന്ധത്തിന്റെ കാര്യം. എനിക്കിനിയും സമയമുണ്ട്. ഡോക്ടർ വരാറായി സാർ. പ്രസാദ് പൊയ്ക്കുള്ളൂ, പൊയ്ക്കുള്ളൂ. ഡോക്ടർ മാമൻ പറഞ്ഞു ഞാൻ മെഡിക്കുകയാണെന്ന്. നാളെ ഞാൻ പോവും. സേതുമാമൻ എന്നാ പോണ? സേതുമാമനും താമസിയാതെ പോവും മോളെ. സേതുമാമൻ ഞങ്ങളുടെ വീട്ടില് വരുമോ? അതെങ്ങനെയാ മോള്? സേതുമാമന് പോകേണ്ടത് വളരെ ദൂരത്തിലല്ലേ, അങ്ങനെ എളുപ്പം വരാൻ പറ്റുമോ? ഒരുപാട് ദൂരം ഉണ്ടോ? ഒത്തിരി ഒത്തിരി. എന്റെ അമ്മ പോയിരിക്കുന്ന സ്ഥലത്തേക്കാണോ? സേതുമാമൻ എന്റെ അമ്മയെ കാണോ? അമ്മയെ കണ്ടാ സേതുമാമൻ പറയണം മിനിമോള് കാത്തിരിക്കുകയാണെന്ന്. മിനിമോൾ ഇനി ഒരു വികൃതിയും കാണിക്കില്ലെന്ന് പറയണം. അമ്മയോട് വേഗം വരാൻ പറയണം. മോള് പൊയ്ക്കുള്ളൂ, അച്ഛൻ കാത്തിരിക്കും. പൊയ്ക്കുള്ളൂ. സിസ്റ്റർ എവിടെയായിരുന്നു? ലീവ് എക്സ്റ്റെൻഡ് ചെയ്തെന്താ? മനസ്സിനൊരു സമാധാനമില്ല മേരിക്കുട്ടി. ഞാൻ ഗുരുവായൂരും ഏറ്റുമാനൂരൊക്കെ പോയി. സേതുവിന് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്താ മേരിക്കുട്ടി, ഒട്ടും കുറവില്ലേ? എല്ലാം കഴിയാറായി. ഏത് സമയത്തും അത് സംഭവിക്കാം. ദൈവമേ, ഈ വേദനയിലും ആ മനുഷ്യൻ തമാശ കാണിക്കുന്നതാണ് സഹിക്കാനാവാത്തത്. പാവം സേതു. സിസ്റ്റർ എവിടെയായിരുന്നു?
എന്റെ ശല്യം എനിക്ക് വയ്യാണ്ട് ലീവ് എടുത്തതായിരിക്കും. സിസ്റ്റർ അറിഞ്ഞോ, ഞാൻ സ്ഥലം വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാസ്പോർട്ടും വിസയും എല്ലാം കിട്ടി. ഞാൻ എന്റെ സിസ്റ്റർ അല്ല കുഞ്ഞി, അമ്മയാണ്. എന്നെ നീ അമ്മേനെ വിളിച്ചാ മതി. കണ്ടോ കണ്ടോ, പണ്ട് ഞാൻ അമ്മയെന്ന് വിളിച്ചപ്പോ ഞാൻ അമ്മയല്ല നഴ്സാണെന്ന് പറഞ്ഞു. ഇന്ന് സിസ്റ്റർ എന്ന് വിളിച്ചപ്പോ ഞാൻ സിസ്റ്റർ അല്ല അമ്മയാണെന്ന് പറയുന്നു. ഇതാണ് ജീവിതം. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് തരാതെ കൈമലർത്തും. നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ അത് വാരിക്കോരി തരും. സേതു, നീ സമാധാനമായി കിടക്ക. നിനക്കിപ്പോൾ വിശ്രമമാണ് ആവശ്യം. ഒന്നും ആലോചിച്ച് നീ വേദനിക്കരുത്. ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ് നിന്നെ തൊടിയിച്ചിട്ടുള്ളത്. ഞാൻ വിശ്രമിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതുവരെ എന്റെ ശരീരം അടങ്ങിയിരിക്കില്ല. ആളിക്കത്തിയിട്ട് കെടാനാണ് എനിക്കിഷ്ടം. സിസ്റ്റർ അല്ല, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഒന്നോർത്ത് നോക്കിയാൽ നല്ല രസമാണ്. ജീവിതം ഒരു നഴ്സിംഗ് ഹോമാണെന്ന് എനിക്ക് തോന്നുന്നു. ചികിത്സ തീരുമ്പോൾ ആത്മാവ് നഴ്സിംഗ് ഹോം വിട്ടു പോകുന്നു. സംസാരിച്ചത് മതി സേതു, കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങണം. I will sleep. I must sleep. സാറിനൊരു ടെലിഗ്രാം ഉണ്ട്. എനിക്കോ? പ്രസാദ്, എന്തായിരിക്കും കമ്പിയിൽ? നോക്കട്ടെ. വല്ല കിളവന്മാരോ കിളത്തികളോ വല്ലോ ഉണ്ടോ വീട്ടില്? അതിനും വഴി കാണുന്നില്ലല്ലോ. ആണ്ടൃതിയും കറുത്തഭാവം ഒന്നും ആയില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കുന്നത്. സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും മറ്റുള്ളവരെ കൂടി അറിയിക്കണം. എങ്കിലേ മനസ്സിന്റെ ഭാരം തീരൂ. അറിയാൻ മാത്രമൊന്നും ഇല്ല സേതു. ദയവ് നീ നിന്റെ ജോലി നോക്ക്. അമ്മ വരുന്നല്ലോ, നമുക്ക് അമ്മയോട് ചോദിച്ചാലേ. അമ്മേ, പ്രസാദിന് കമ്പി വന്നിരിക്കുന്നു, എന്താണെന്ന് അമ്മ ഒന്ന് ചോദിച്ചാട്ടെ. അമ്മ ചോദിച്ചാൽ ആരെങ്കിലും പറയാതിരിക്കുമോ? ഈ കണ്ണ് കണ്ടാൽ തന്നെ ആള് പേടിച്ചു പോവല്ലോ. വിശാലാക്ഷിയല്ലേ കാഴ്ചയിലും. മിസ്റ്റർ പ്രസാദ്, എന്തുണ്ട് കമ്പിയിലെ വിശേഷം? ഒന്നുമില്ല സിസ്റ്റർ, ആരോ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചതാ. എന്നിട്ടാണോ കമ്പി വായിച്ചിട്ട് പാമ്പിയത്തെ കോവനെ പോലെ നീ ഇരിക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലടാ. നീ പറയുന്നതായിട്ട് തോന്നുമല്ലോ കമ്പി നിനക്കാണോന്നു. ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. കമ്പിയുടെ കാര്യം ഒന്ന് പറ മോനെ. മിസ്റ്റർ, ബെഡിൽ പോയി കിടക്കണം. പനി നോക്കട്ടെ. ഇവിടെ വെച്ച് നോക്കിയാ മതി സിസ്റ്റർ. ഓ, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ടെമ്പറേച്ചർ എടുക്കാൻ തോന്നിയല്ലോ. എന്താ മിസ്റ്റർ ഡിക്രൂസ്? Oh my God! 108 ഡിഗ്രി പനിയോ? ഇങ്ങനെ ടെമ്പറേച്ചർ വരുമോ?
അയ്യോ തൊടാതെ അതെ എന്റെ കർത്താവേ, എന്ത് ചെയ്യും ഞാൻ? അയ്യോ എന്തെങ്കിലും ചെയ്യേ. വലിയ ഡോക്ടർ ഇല്ലല്ലോ. അയ്യോ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കുക. ആള് ക്ലോസ് ആയിട്ടാണോ ഡോക്ടറെ വിളിക്കുന്നത്? അയ്യോ എന്തൊരു പനി, എന്തൊരു വിറയല്ലേ പ്രസാദ്, എന്തൊരു വിറയോ. അയ്യോ എന്തൊരു പനി. എന്ത് ചെയ്യും? നോക്കിയേട്ടോ. അയ്യോ സാധ്യമല്ലല്ലോ. നാടി പിടിച്ച് നോക്കിയിട്ട് പ്രയോജനമല്ല ഡോക്ടർ. ആ ഫ്ലാസ്കിൽ ഇരിക്കുന്ന കാപ്പി വാക്കിയെ തൊഴിച്ചു എന്നിട്ട് പനി നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാം ഡോക്ടർ. ഡോക്ടർ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. പിന്നെ നമ്മുടെ ഫുട്ബോൾ സാറിന് ഒരു ടെലഗ്രാം വന്നിരിക്കുന്നു. ആരാണ് അയച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലാതെ ആരും ടെലിഗ്രാം അയക്കില്ലല്ലോ. ഓക്കെ, ഇതാര് പറ്റിച്ചോ? എന്താണ് ടെലഗ്രാം? അത് ശരി, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പ്രസാദിനും ജയന്തിക്കും 1 ഡസൻ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. പേരില്ല കമ്പി. ഡോക്ടർ അത് വെറുതെ ആരോ. ജയന്തി, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ജീവിതത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കരുതിയിരുന്ന എന്റെ മകൾ ലേഡി ഡോക്ടർ ഈ ഹോസ്പിറ്റലിലെ ഒരു സാധാരണ പേഷ്യന്റിനെ വശീകരിച്ച് പ്രേമിച്ചിരിക്കുന്നു. കഷ്ടം. നിനക്ക് ലജ്ജ തോന്നാത്താണ് അത്ഭുതം. നിന്റെ അമേരിക്കൻ യാത്ര മാറ്റിവെച്ചത് ഇതുകൊണ്ടാണല്ലേ? നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നീ മേലിൽ ഈ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഉടൻ പൊയ്ക്കൊള്ളു വിടുന്നു. ഡോക്ടർ ദയവ് ചെയ്ത് ഏതോ നിങ്ങളൊരു പേഷ്യന്റാണ്, ഓർമ്മയിരിക്കട്ടെ. ഏത് ദ്രോഹിയാണോ ആ കമ്പി അടിച്ചത്? കമ്പി അടിച്ചവൻ ഞാനാകുന്നു. നീയോ? അതെ, മിസ്റ്റർ സേതു, കെ സേതുമാധവൻ നായർ.